നമ്മൾ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ നിരന്തരം പറഞ്ഞു കേൾക്കുന്ന ഒരു വാക്കാണ്. ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര ബോൾഡാണ്, അവർ ഭയങ്കര മിടുക്കരാണ്, അതുപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്, അവർ നിന്ന് ജീവിച്ചോളും. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പൊതുവെ എവിടെ നിന്ന് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം. പക്ഷേ ഈ ഇങ്ങനെ പറയുന്ന ഈ കുട്ടികളൊക്കെ തന്നെയാണ് പെട്ടെന്ന് പോയി സുപ്രഭാതത്തിൽ പോയി എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവർ പോയി ആത്മഹത്യ ചെയ്യുന്നത്. അതെന്താണ് അങ്ങനെ? ഇത്രയും ബോൾഡായ കുട്ടികൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അതേസമയം പണ്ടത്തെ കുട്ടികളെ സംബന്ധിച്ച് ഇപ്പം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ഞാനൊക്കെ സ്കൂൾ കാലഘട്ടങ്ങളിൽ വളർന്ന സമയത്ത് വളരെയധികം ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അല്ലാത്ത എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് വളർന്ന കുട്ടികളായിരുന്നു അന്ന് കുറേ പേരും. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് അവർക്കുണ്ടായിരുന്നു. എന്തൊക്കെ പ്രശ്നം വന്നാലും അവരതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നിസ്സാര ഒരു ചെറിയ പ്രശ്നം അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഒന്നുകിൽ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, അല്ലെ പേരൻസിനോട് വഴക്ക് പിടിച്ച് അവർ ഇറങ്ങിപ്പോകും. ഇപ്പോഴത്തെ നമ്മുടെ പേരൻസിന് പോലും കുട്ടികളെ ശിക്ഷിക്കാൻ പറ്റാത്ത കാലഘട്ടമാണ്. സ്കൂളിൽ പോലും കുട്ടികളെ അടിച്ചു പഠിപ്പിക്കുന്നില്ല ഇപ്പം. എല്ലാവരും പിള്ളേരിപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ ഒന്ന് ലിവിങ് ടുഗദർ ആവുന്നു. അതുപോലെ തന്നെ ഒരു ബോയ് ഫ്രണ്ടിന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടാകും, ഒരു ബോയ്ക്ക് ഒരു ഗേൾ ഫ്രണ്ട് വരുന്നു. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കന്മാർക്ക് എന്തുമാത്രം ഒരു കുട്ടിയെ കൺട്രോൾ ചെയ്യാൻ പറ്റും? അതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. ഒരു പേരൻസ് പേടിച്ചായിരിക്കും കുട്ടികളോട് വല്ല കാര്യം എന്ന് പറയുന്നത്. അത് അവർക്ക് അഡ്വൈസസ് കേൾക്കുന്നത് ഇഷ്ടമല്ല. അവർക്ക് എന്താ പറയുക, മാതാപിതാക്കന്മാരുടെ നിന്ന് നോളജൊന്നും അവർക്ക് വേണ്ട. അവർക്കെല്ലാം അറിയാമെന്നാണ് അവരുടെ ധാരണകൾ മൊത്തം. മാതാപിതാക്കന്മാർ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, വേദനകൾ, അല്ല അവരുടെ പഴയ കാലഘട്ടമൊക്കെ നമ്മൾ കുറച്ചൊക്കെ എങ്കിലും ഇപ്പോഴത്തെ പുതുതലമുറയോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഓക്കെ, കുറച്ചൊക്കെ നമുക്ക് പറയാം. ഇന്നത്തെ ടെക്നോളജി വൈസ് ആയാലും എല്ലാം ഉയർന്നു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ.